ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഹയർച്ചി എന്നുള്ള വിഷയം നമ്മൾ അവസാനിപ്പിച്ചതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ പണം പോയവരും പിന്നെ പണം നേടിയവരും ഒക്കെ ഒന്നിച്ച് കേസ് കൊടുത്തവരെ ഇങ്ങനെ വലിച്ചു നീട്ടുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ കേസ് ഈ മാസം ലാസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഇനി ഒന്നും പറയാനില്ല. എല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു, മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു 500 ആൾ മാത്രമാണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നതും പണം വേണമെന്നൊക്കെ ചിന്തിക്കുന്നത്. വെറും 500 പേരാണ്. അപ്പോൾ ഇത് ആകെ മൊത്തം 10,000 പേര് മാത്രമേ ഉള്ളൂ. അതിൽ 2,000-ഓളം ആൾക്കാർ നന്നായി പൈസ ഉണ്ടാക്കിയ ആൾക്കാരാണ്. 8,000-ഓളം ആൾക്കാർ പണം പോയവരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ആധാരം എന്ന് പറയുന്നത്, നമുക്കറിയാം ആത്മഹത്യ ചെയ്യുന്നതിനിടയിൽ പറ്റിയ പരിക്കുകളൊക്കെ ഇപ്പോൾ അപകടം പറ്റിയ പരിക്ക് ആണെന്ന് പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്തായാലും ആ സമയത്ത് തോന്നിയ ഒരു ബുദ്ധിമോശമായിരിക്കാം അത് തുറന്നു പറയാൻ അവർക്ക് മടി കാണും. എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കാത്തതിൽ സന്തോഷം. അത് അവർ പറഞ്ഞതുപോലെ തന്നെ തക്ക സമയത്ത് ചില ആൾക്കാർ കണ്ടതുകൊണ്ട് മാത്രമാണ് അവർ ഇപ്പോഴും ജീവിക്കുന്നത്. അതൊരിക്കലും ഒരു അപകടമല്ല, കരുതിക്കൂട്ടിയുള്ള ഒരു സംഭവമാണ്. അതിന് പിന്നിലുള്ള കാര്യങ്ങൾ അതും എനിക്കറിയാം, പക്ഷെങ്കിൽ അത് ഞാൻ പറയുന്നില്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായ ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നലെ ഒരു സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്നലത്തെ സൂം മീറ്റിങ്ങിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഹൈറിച്ച് മുന്നോട്ടുള്ള നടപടി എന്ന് പറഞ്ഞ് ആൾക്കാരെ 2 വർഷത്തോളം പറ്റിക്കുകയായിരുന്നു. മുന്നോട്ടുള്ള നടപടികൾ എന്ന് പറഞ്ഞിട്ട് കേസുകളെ വളച്ചൊടിക്കാനും കേസുകളെ വലിച്ചു നീട്ടാനും ഈ കമ്പനിയുടെ സത്യാവസ്ഥ പറയുന്നവരെ പരിഹസിക്കാനും അവരെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാനും വേണ്ടിയായിരുന്നു മുന്നോട്ടുള്ള നടപടികൾ എന്ന് പറയുന്ന. എന്ത് കണ്ടിട്ടാണ് ആ 2 വ്യക്തികൾ അങ്ങനെ ചെയ്തിരുന്നത് എന്നറിയില്ല. ഇതൊരു തട്ടിപ്പ് കമ്പനിയാണെന്ന് 100% മനസ്സിലാക്കിയിട്ടും എന്തിനാണ് അവർ ഇതിനെ താങ്ങി നടന്നത് എന്ന് നമുക്കറിയില്ല. അതിന് തക്കതായ പ്രതിഫലം മറ്റ് സംഭവങ്ങളൊക്കെ അവർക്ക് കിട്ടിക്കാണും. അതുകൊണ്ടായിരിക്കാം അവർ 2 വർഷത്തോളം ഇതിനെ താങ്ങി നടന്നത്. മറ്റുള്ളവരെ പരിഹസിക്കാനും കേസ് കൊടുക്കാനും പ്രതികരിക്കുന്നവർക്കെതിരെയൊക്കെ കേസ് കൊടുക്കുക, വാർത്താമാധ്യമങ്ങൾക്കെതിരെ പരാതി നൽകുക എന്നുള്ള ഭയങ്കര ആഘോഷങ്ങളായിരുന്നു അവിടെയുള്ള നടന്നിരുന്നത്. എന്നാൽ അവർക്കും അവസാനം മനസ്സിലാക്കിയിരിക്കുന്നു ഇവർ പറ്റിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ കഴിഞ്ഞ ദിവസം ആ ഗ്രൂപ്പിലുണ്ടായിരിക്കുന്നത് 2 ദിവസത്തെ ഡ്രസ്സും പായും തലാണിയും ഒക്കെ എടുത്ത് എല്ലാവരും തന്നെ മുതലാളിയുടെ വീട്ടിൽ പോയി താമസിക്കണം, അവിടെ പിക്കറ്റിംഗ് നടത്തണം. നമ്മൾ പണ്ട് മുഖംമൂടി ധർണ നടത്തിയ സമയത്ത് നമ്മൾ പറഞ്ഞതാണ്, നിങ്ങൾ ഇവിടെയല്ല, നിങ്ങളെ പറ്റിച്ച ആൾക്കാർ ഇപ്പോൾ സുഖമായി ജീവിക്കുന്നുണ്ട്. അവരുടെ പുരക്കാണ്, ഭാര്യയ്ക്ക് പറഞ്ഞ പോലെ അവരുടെ പുരയ്ക്കാണ് സമരം നടത്തേണ്ടത്. അപ്പോൾ ഇപ്പോൾ 3 വർഷമായപ്പോൾ അവർക്ക് മനസ്സിലായിരിക്കുന്നു നമ്മുടെ സമരം നടത്തിയ സ്ഥലം മാറിപ്പോയി, ഇവരുടെ പുരയ്ക്കാണ് സമരം നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും ആഹ്വാനം ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഇവരുടെ പുതിയ സൊസൈറ്റി, ഹൈറിച്ച് ഡെപ്പോസിറ്റേഴ്സ് വെൽഫെയർ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സൊസൈറ്റി തിരുവനന്തപുരത്ത് ഒരുപാട് പൈസ കൊണ്ടിട്ട് ആർത്തിമൂത്ത് ഒരുപാട് പൈസ കൊണ്ടിട്ട് ഇപ്പോൾ പണം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ചില ആൾക്കാർ നടത്തിയ സൊസൈറ്റി 4 കോടിയൊക്കെ ഇട്ട് ദിവസവും ലക്ഷക്കണക്കിന് വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ഡോക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്ന ആ ഒരു സൊസൈറ്റി, അതുപോലെ തന്നെ 60 ലക്ഷവും 80 ലക്ഷവും ഒക്കെ ഇട്ട്, അല്ലെങ്കിൽ വലിയ ടീം 2 കോടിയും 3 കോടിയുടെയൊക്കെ ബിസിനസ്
പ്രതാപൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ആൾക്കാർ നിൽക്കളിയില്ലാതെ ആൾക്കാർ പണം തിരികെ ചോദിക്കുമ്പോൾ 3 വർഷമായില്ലേ നമ്മളെ പണം തിരികെ തരൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരെ സമാധാനിപ്പിക്കാൻ ഉണ്ടാക്കിയ ഒരു സൊസൈറ്റി. അവർ ഇപ്പോൾ ഒരു സൂം മീറ്റിംഗ് കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അതിൽ കുമ്പസാരമായിരുന്നു, എനിക്ക് തെറ്റുപറ്റി, അന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അന്ന് അങ്ങനെ ചെയ്തുകൊണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ പണം കിട്ടുമായിരുന്നു, അത് എൻ്റെ തെറ്റാണ്, എൻ്റെ മാത്രം തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് ചിലയാൾ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവർ മറ്റു കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കേസ് മറ്റൊരു ഗ്രീൻകോ കേസാണ്. ഗ്രീൻകോ കേസ് 16 വർഷം കഴിഞ്ഞിട്ടും അത് കേസ് ഒരു വർഷത്തോളം ജയിലിൽ കിടന്നു എന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇനിയൊരു 2040 വരെ ഈ കേസ് വലിച്ചു നീട്ടാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പ്രതാപൻ സാധിക്കും എന്നുള്ളതാണ്. പ്രതാപൻ പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും ഒരു വലിയ കാര്യമല്ല, ഇങ്ങനെ പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നീണ്ടു പോവും, ഞങ്ങൾക്ക് പണം കിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പുതിയൊരു തിരുവനന്തപുരം ടീമിൻ്റെ സൊസൈറ്റി രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ബോധ്യമായി ഇപ്പോഴൊന്നും 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ കമ്പനി തിരിച്ചു വരികയോ, ഇത് അനധികൃതമായി ഡെപ്പോസിറ്റ് സ്വീകരിച്ച് അവർക്ക് അമിത ലാഭം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ്. 10,000 ഇട്ട് കഴിഞ്ഞാൽ 30,000 ലഭിക്കുമെന്നും, അതുപോലെ തന്നെ 5 ലക്ഷത്തിൻ്റെ ബോണ്ട് ഇട്ട് കഴിഞ്ഞാൽ 50 ലക്ഷവും പിന്നെ 5 ലക്ഷം നിങ്ങളുടെ ബോണ്ടും 2 വർഷം കഴിഞ്ഞാൽ മടക്കിത്തരും എന്ന് പറഞ്ഞിരിക്കുന്ന കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനി ബഡ്സ് കേസിൽ നിന്ന് ഒഴിവാകുക എന്ന് പറയുന്നത് അത് കുറച്ച് പണിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായി, FIR ഇടുക, കേസ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഇനിയും വൈകിപ്പോയാൽ ഒരു കോടതിയിലും ഒരു പോലീസ് സ്റ്റേഷനിലും നിങ്ങളുടെ പരാതി കേൾക്കുക പോലുമില്ല എന്നുള്ളത്. നിങ്ങൾ എവിടെയായിരുന്നു എന്ന് പോലീസ് ചോദിക്കും. പോലീസിന് അല്ല തന്നെ കേസുകൾ വളരെ അധികമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചോദിച്ചതുപോലെ ഇവിടെ മറ്റ് ബാങ്കുകളോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളോ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ നിങ്ങൾ പോപ്പുലർ ഫിനാൻസിൽ കൊണ്ടിട്ടത്, റിസ്ക് എടുക്കാൻ തയ്യാറായിട്ട് തന്നെയല്ലേ, അമിത ലാഭം പ്രതീക്ഷിച്ച് തന്നെയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് റിസ്ക് ഒക്കെ ആവാം, അല്ലെങ്കിൽ അതിന് നിങ്ങൾ കൂടിയാണ് ഉത്തരവാദി. സുപ്രീം കോടതി പറഞ്ഞതാണ്, ഇങ്ങനെയൊരു തട്ടിപ്പുണ്ടാവാൻ നിങ്ങൾ കൂടിയാണ് ഇതിൻ്റെ ഉത്തരവാദി, നിങ്ങൾ അതിൻ്റെ റിസ്ക് ഏറ്റെടുക്കണം. പോയാൽ പോട്ടെ വന്നാൽ വരട്ടെ എന്ന രീതിയിലാണ് നിങ്ങൾ പണം ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തെ പോലും വളച്ചൊടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് എന്താണല്ലേ. കോടതിയിലെ വാക്കാലുള്ള പരാമർശങ്ങൾ ഒന്നും ഓർഡറിൽ വരില്ല എന്ന് ഇവന് ഇനിയും മനസ്സിലായിട്ടില്ല തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഹൈറിച്ചിൻ്റെ കേസിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. അധോലോക കാര്യങ്ങൾ നടത്തിയാൽ ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതൊന്നും കോടതിയിൽ ജഡ്ജ്മെൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞായറാഴ്ച ഹർത്താൽ നടത്തും. എന്ത് വിവരവും വിദ്യാഭ്യാസവും തീരെയില്ലാത്ത ഇവന്മാരിങ്ങനെ തന്നെയല്ലേ പറയാം. നാഷണൽ പ്രൊമോട്ടറായ വിനു മാരാർ പറഞ്ഞാണ് ഹർത്താൽ നടത്തും. ഹർത്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശ്രീനാമാടത്തിൻ്റെ വീട്ടിൽ ഹർത്താൽ നടത്തും എന്നാണ് പറയുന്നത്. എന്താണ് നാട്ടുകാരെ പറയിപ്പിക്കാൻ വേണ്ടി? നീയൊക്കെ പാപ്പിൻശ്ശേരിനെ പറയിപ്പിക്കുമല്ലോടോ. എന്താണ്? അപ്പോൾ ഹർത്താൽ നടത്താൻ വന്നു കഴിഞ്ഞാൽ അവരുടെ മുട്ടുകാല് തല്ലിയൊടിക്കുമെന്നാണ് നാഷണൽ പ്രൊമോട്ടർമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പെണ്ണുങ്ങൾ 10-200 പെണ്ണുങ്ങൾ ഞായറാഴ്ച ശ്രീനാമാടത്തെ കാണാൻ പോകുന്നുണ്ട്.
അങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാവരുടെയും മുട്ടുകാൽ തല്ലിയൊടിക്കാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനമാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന സൂം മീറ്റിങ്ങിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ മുട്ടുകാൽ വേണ്ടാത്തവർ മാത്രം അത്തരത്തിൽ ഹർത്താലിന് പോയാൽ മതി. ഹർത്താൽ എന്താണല്ലേ ഇവരെ കൊണ്ട്. അപ്പോൾ വളരെ പുച്ഛമാണ്. അപ്പോൾ മുന്നോട്ടുള്ള നടപടികളിലെ ആൾക്കാരെ ഒരു ശത്രുവായിട്ട് പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ബാരിക്കയുടെ ഡയലോഗ്. പഞ്ച് ഡയലോഗാണ് ബാരിക്ക പറഞ്ഞിരിക്കുന്നത്. അവരെ നമ്മളൊരു ശത്രുവായിട്ട് പോലും കണ്ടില്ല, ഒരു എതിരാളിയായിട്ട് പോലും കണ്ടിട്ടില്ല അവന്മാരെ എന്നുള്ളതാണ്. ബാരിക്കയ്ക്ക് ഓരോ ലെറ്റർ എഴുതാനും ഓരോ പരാതി നൽകാനും വേണ്ടി സഹായിച്ച ഒരു ഗ്രൂപ്പാണ് മുന്നോട്ടുള്ള നടപടി എന്ന് പറയുന്നത്. അവരെ ഒരു എതിരാളിയായിട്ട് പോലും കാണുന്നില്ല എന്നാണ്. എന്തായാലും ആത്മഹത്യാ ബില്ലിൻ്റെ പാതി നമ്മുടെ സൊസൈറ്റി വഹിച്ചു എന്നുള്ള ഒരു സുപ്രധാന കാര്യമാണ്. 60,000-ഓളം രൂപയാണ് സൊസൈറ്റി പിരിച്ചു കൊടുത്തിരിക്കുന്നത് ആത്മഹത്യാ ബില്ല്. അപ്പോൾ ഡോക്ടർമാർക്ക് പോലും ആ ഒരു അസുഖത്തെയോ അതിൻ്റെ കാരണം പോലും പറയാൻ മടിക്കുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. എന്തായാലും ഇതൊന്നും വെറുതെ പറയുന്നതല്ല എന്ന് അറിയാലോ. നമുക്ക് തക്കതായ ഇൻഫോർമേഷൻസ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത് പറയുന്നത്. ഇപ്പോൾ നാഷണൽ പ്രൊമോട്ടർമാരിൽ 250ഓളമുള്ള നാഷണൽ പ്രൊമോട്ടർമാരിൽ വെറും ചുരുക്കം ആൾക്കാർ, സ്തുതി പാഠകന്മാർ, താങ്ങി നടക്കുന്നവർ മാത്രമാണ് ഇന്നലെ ആ ഒരു സൂം മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നത്. 2-3 ആൾക്കാർക്ക് മാത്രമേ ആവേശമുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്. അവർക്കറിയാം അവർക്ക് എന്തായാലും അവർ പറ്റിച്ച ആൾക്കാരുടെ പണം കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ ജീവൻ അപകടത്തിലാവും. അവർ നാട്ടിലും വീട്ടുകാരുടെ ഇടയിലും നാറി നടക്കുകയാണ്. അത് ഈ ജീവിതകാലം മുഴുവൻ ആ നാറ്റം സഹിക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ ചില സ്ത്രീകളെ ആ ഒരു സൂം മീറ്റിങ്ങിൽ കണ്ട സ്ത്രീകളുടെ മുഖത്ത് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ബാധ്യതകളൊക്കെ നിങ്ങളുടെ തലയിൽ തന്നെ വീഴും. കമ്പനി ഇങ്ങനെ കേസ് നടത്തി ഒരു കേസ് തോറ്റു കഴിഞ്ഞാൽ വേറെ ഒരു കേസ്, അങ്ങനെ നീണ്ടു പോകും എന്നുള്ളതാണ്. അപ്പോൾ പായും തലാണിയും എടുത്ത് ഹർത്താൽ നടത്താൻ പോകുന്നവർ ജാഗ്രത പാലിക്കുക. അവിടെ HCRSൻ്റെ ആൾക്കാരും അതുപോലെ തന്നെ നാഷണൽ പ്രൊമോട്ടർമാരും ഗുണ്ടകളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.